ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വൈറൽ ഫിഷ് ഫ്രൈ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. വെൽക്കം ടു ദ ചാനൽ TV on ഡൈനിങ് ടേബിൾ. അപ്പോൾ നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈ നല്ല അയില കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ച അയില 3 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി പാൻ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഈ സമയത്ത് ഗ്യാസ് ഓൺ ചെയ്യരുത്, ജസ്റ്റ് പാൻ അടുപ്പത്ത് വെച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ വറക്കാൻ പാകത്തിന് നമ്മൾ എണ്ണ ഒഴിക്കുന്ന പോലെ തന്നെ എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ മഞ്ഞൾപ്പൊടി അത് ഒരു 1/2 ടീസ്പൂൺ മതിയാവും, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് 1 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ നമ്മൾ ഈ ചാലിക്കുന്ന പരുവത്തിന് നല്ലപോലെ മിക്സ് ചെയ്യുക. എണ്ണ കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം കൂടെ എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. കട്ട പിടിച്ച് കിടക്കാൻ പാടില്ല, അതെല്ലാം ഉടച്ച് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാം. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് ഇങ്ങനെ നല്ലപോലെ ചാലിച്ച് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള, നമ്മളൊരു 1/2 സവാള, അതായത് മീഡിയം സൈസ് 1/2 സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് വെളുത്തുള്ളി ഒരു 4 അല്ലിയും അതുപോലെ തന്നെ കുറച്ച് സ്വല്പം ഇഞ്ചിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിയുന്ന വരെ ഒന്ന് നമുക്ക് നല്ലപോലെ വഴറ്റി ഒന്ന് എടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിഴുപുളിയാണ് നമ്മൾ ഇതിലേക്ക് ഉടച്ച് എടുത്തിരിക്കുന്നത്, സ്വല്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില ഓരോന്ന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം നമുക്ക് ഈ ഒരു മസാല ഈ മറു സൈഡിലൂടെ നമുക്ക് ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ മസാല എടുത്തിട്ട് ഓരോ ഫിഷ് പീസിൻ്റെയും മുകളിലേക്ക് നമുക്കിങ്ങനെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സൈഡ് നമുക്ക് മറിച്ചിടാം. ഈ ഒരു സൈഡ് നമ്മൾ 5 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിടാം. ഇതൊരു ഡീപ്പ് ഫ്രൈ ആയിട്ടില്ല. ശരിക്കും നമുക്ക് ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ടവർക്ക് നമുക്ക് ഫ്ലെയിം ലോയിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളൊരു മീഡിയം ഫ്രൈയിലാണ് ഇപ്പം നമ്മളിത് എടുക്കുന്നത്. ഒത്തിരി നേരം അടുപ്പിൽ വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈയും കുറച്ച് ചോറ് അതുപോലെ ഇച്ചിരി മോരോടെ ചേർത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഫിഷ് നമുക്കൊന്ന് എടുക്കാം. ഇച്ചിരി ചോറുകൂടെ നമുക്ക് കൂട്ടാം. ഫിഷ് മാത്രം ഒന്ന് കൂട്ടി വെക്കാം. ടേസ്റ്റ് ഉണ്ട്, ഫിഷ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ വൈറൽ ഫിഷ് എങ്ങനെയുണ്ടെന്നാണല്ലോ നമുക്ക് അറിയേണ്ടത്. ഇപ്പം നോർമൽ ഫിഷ് ഫ്രൈയെ വെച്ച് നോക്കുമ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോർമൽ ഫിഷ് ഫ്രൈ തന്നെയാണെന്ന് തോന്നുന്നു നല്ലത്. നമ്മൾ മസാലയൊക്കെ അന്നേരം തന്നെ അല്ലേ അത് കൂട്ടുന്നത്. അപ്പം സാധാരണ നമ്മൾ നല്ലപോലെ മുളകും അതുപോലെ മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നല്ല പെരട്ടി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷമല്ലേ എടുത്ത് ഫ്രൈ ചെയ്യുന്നത്. അപ്പം നല്ലപോലെ പിടിക്കും. ഇത് സ്വല്പം കൂടെ പിടിക്കാനുള്ള പോലെ എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ ഒരു ട്രെൻഡിങ് ആയി ഇത്ര വൈറലായ പോലെ അത്ര ടേസ്റ്റ് വൈസ് അത്ര വൈറലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കൊള്ളാം, അത്രമാത്രം.
നിങ്ങൾക്കും അപ്പം ഒരു വട്ടമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കാം. ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഇനിവേ ഞാനെന്നാ ഇതൊന്ന് കഴിക്കാൻ പോവാണ്. നല്ല ഉച്ച സമയമാണ്, നല്ല വിശന്നും ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. തീർച്ചയായിട്ടും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊന്ന് ഈ വീഡിയോ ഷെയറോടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ ബൈ.